കൊല്ലം മയ്യനാട് തെരുവുനായ പേവിഷബാധയേറ്റ് മരിച്ചതോടെ നാട്ടുകാർ ഭീതിയിൽ. മയ്യനാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് തെരുവുനായ്ക്ക് പേവിഷബാധയേറ്റത്. നായയുമായി ഇടപഴകിയവർ അടിയന്തരമായി വാക്സിൻ എടുക്കണമെന്ന് അധികൃതർ. മയ്യനാട് വെള്ളമണൽ സ്കൂളിന് സമീപത്തായി കണ്ടിരുന്ന തെരുവുനായയാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. ജനങ്ങളുമായി അടുത്ത് ഇടപഴകി വന്നിരുന്ന നായയാണ് പേവിഷബാധയേറ്റത്. വെള്ളമണൽ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ 3 ദിവസം മുമ്പ് നായ 2 പേരെ കടിച്ചിരുന്നു. നായയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആനിമൽ സ്നേഹിയായ ബിൻഷ പഞ്ചായത്ത് മെമ്പർ മയ്യനാട് സുനിലിനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. ഈ വെള്ളമണൽ സ്കൂളിൽ ഒട്ടനവധി കുട്ടികൾ പഠിക്കുന്ന സ്ഥലം, UP സ്കൂൾ തൊട്ട് ഉള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. അവരുടെ ഭക്ഷണശാല അടുത്ത് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു 3-4 പട്ടിക്കുഞ്ഞുങ്ങളും മറ്റുമൊക്കെ കിടന്നത്. അവസാനം ഒരു പട്ടിക്കുട്ടിയായി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 ദിവസത്തിന് മുമ്പ് ഈ ഭക്ഷണശാലയിൽ നിന്ന് വരെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുത്തെ ടീച്ചറെ കടിക്കുകയും പിന്നെ അതുകൂടാതെ വഴിയെ പോയ 1-2 ആൾക്കാരെ കടിക്കുകയും ചെയ്തപ്പോൾ ബിൻഷ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് മെമ്പറെ ഇത് ഇച്ചിരി കുഴപ്പമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, ബിൻഷ അതൊരു കാര്യം ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഷെൽട്ടറിൽ വെച്ച് 2 ദിവസം നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് 3 ദിവസം വെക്കുകയും അടിയന്തരമായി തന്നെ പഞ്ചായത്തിൽ അറിയിക്കുകയും അതിൽ കൂടുതൽ അടിയന്തരമായി ഞാൻ HMനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ആ നായി മരിക്കുകയുണ്ടായി. അത് ഇച്ചിരിയേ ഉള്ളൂ. എന്നുവെച്ചാൽ ആ നായ്ക്കുട്ടിയെ കളിപ്പിക്കാത്തവർ ചില്ലറയല്ല. കാര്യം അത് മനുഷ്യരുമായിട്ട് നല്ല ഇടപെടുന്ന ഒരു പട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരാൻ കാര്യം. ഇപ്പോൾ ഏതാൾ പോയാലും വാലിൻ നാട്ടി അങ്ങ് ചെല്ലുന്ന ഒരു പ്രവണതയുള്ള വലിയ മനുഷ്യസ്നേഹമുള്ള ഒരു നായ്ക്കുട്ടി. അപ്പോൾ അത് അന്നിങ്ങനെ സംഭവിച്ചതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഷെൽട്ടറിലിട്ട് ഇത് മരിക്കുകയും അത് ഇന്ന് ബിൻഷയുടെ നേതൃത്വം തന്നെ ഇന്ന് നേരെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ കൊല്ലത്ത് കൊണ്ടുപോയി നമ്മളത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് പേവിഷബാധ കൊണ്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ദിവസം ഷെൽട്ടറിൽ പാർപ്പിച്ചു വരികയാണ് നായ ചത്തത്. പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധ കണ്ടെത്തിയിരുന്നു. നായയുമായി സമ്പർക്കം പുലർത്തിയവർ വാക്സിനേഷൻ എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി.